പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയാണ്. അതിനകത്തൊരു വചനം ഇങ്ങനെ ഒന്ന് കൃത്യമായിട്ട് എടുത്തു വെച്ചൊന്ന് ധ്യാന വിഷയമാക്കണം. നമുക്ക് കർത്താവ് നമ്മളോട് അരുൾ ചെയ്യുന്നുണ്ട്, നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും കർത്താവിൻ്റെ ദിവസത്തെ ആദരിക്കുക. അപ്പോൾ പിന്നീടുള്ളത് വാഗ്ദാനമാണ്. നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ വാഗ്ദാനം. ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ നോക്കാതെ കർത്താവിൻ്റെ മനസ്സനുസരിച്ച് വ്യാപരിച്ചു കഴിഞ്ഞാൽ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ അഭിരമിച്ച് തൃപ്തമല്ലാത്ത മനസ്സോടുകൂടെ, എന്നാൽ അത്യാവശ്യം ഒരു ആഡംബരമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ ഒരാളെ കർത്താവിൻ്റെ വഴിയിലൂടെ തിരിച്ചു നടക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ സുവിശേഷത്തിൽ. വിശുദ്ധ മത്തായി ശ്ലീഹയാണ് ചുങ്കം പിരിക്കാൻ ഉപയോഗിച്ച പേന കൊണ്ട് പിന്നീട് അയാൾ കർത്താവിൻ്റെ സുവിശേഷം എഴുതി. ഈ അത്രയും കാലം സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ കർത്താവ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും. ആലോചിച്ച് നോക്കണം, ഈ ചുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ മനുഷ്യർക്ക് പോലും ഇഷ്ടമല്ലാത്തിരുന്ന കാര്യമായിരുന്നു. കാരണം ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതെല്ലാം നിശ്ചയിച്ചിരുന്നത്. റോമാക്കാര് തീരുമാനിച്ചുറപ്പിച്ചൊരു പൈസ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും മീതെയായിട്ട് ഇവർക്ക് താല്പര്യത്തിനനുസരിച്ച്, ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇവരുടെ ലാഭക്കൊതി അനുസരിച്ച് ചുങ്കം പിരിച്ചിരുന്നു. അപ്പോൾ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം വഴിയും, കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പോട്ടെ, ആ ജനത്തിന് പോലും ഇഷ്ടമില്ലാതിരുന്നൊരു കാര്യം, അതിൽ നിന്നൊരാൾ തിരികെ നടക്കുകയാണ്. ഒറ്റ വിളി എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞൊരൊറ്റ വിളിയിൽ ഏതാണ്ട് ബാക്കി എല്ലാ ശിഷ്യന്മാരെയും കണക്ക് മത്തായി ശ്ലീഹയും ഇങ്ങനെ ചുങ്കം ഉപേക്ഷിച്ച്, അതിനുള്ള എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ കർത്താവ് അവസാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഒരു പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. നീതിമാന്മാരെയൊക്കെ വിളിക്കുന്നതിനേക്കാൾ പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. കൃത്യമായിട്ട് അവിടെ നിന്ന് ഇടപെടുന്നുണ്ടല്ലേ നമ്മുടെ കാര്യങ്ങളിൽ. ഒന്ന് ഇടപെടുമ്പോൾ ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞ് നിൽക്കാതിരുന്നാൽ മാത്രം മതി. എനിക്ക് കുറവുകളൊന്നും ഇല്ല എന്ന് പറയാതിരുന്നാൽ മതി. കുമ്പസാരക്കൂട്ടിൽ വന്നിട്ട് ചിലർ കുമ്പസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒന്നും വിചാരിക്കരുത്, നമുക്ക് ശരിക്കും അവരെ ഒരു രൂപക്കൂട് പണിത് വെക്കാൻ തോന്നും. പാപങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയണേ. ഇനി പറയുന്ന പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഇന്നത് ചെയ്തത് കൊണ്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയണേ. കർത്താവ് പറയും, അനുതപിക്കുന്ന പാപിയെ ഞാൻ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പാപമില്ല എന്ന് പറയുന്ന ഒരു സ്വയം നീതിമാനായി പുകഴ്ത്തുന്നവരെയോ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, ഒരു നീതിമാൻ പോലും ഒരു ദിവസം 7 തവണ തെറ്റിപ്പോകുന്നുണ്ട്. ആലോചിച്ച് നോക്കിയാൽ, കർത്താവെ ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് അവൻ്റെ മുൻപിൽ കമിഴ്ന്ന് കിടക്കാനും മാത്രമേ ഉള്ളൂ ഈ ജീവിതം. എന്നിട്ടും നമ്മൾ പാപം ചെയ്തിട്ടില്ല, നീതിമാന്മാരാണ്, ശരിയായ വഴിയിലൂടെയാണ് ചരിക്കുന്നത്, വിശുദ്ധരാണ് എന്നൊക്കെ സ്വയം വിളിച്ചു പറയാനായിട്ട് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നതെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൻ്റെ മുൻപിൽ കർത്താവെ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുമ്പോൾ ഉറപ്പായിട്ടും കർത്താവ് ഇങ്ങനെ സ്വന്തമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനത്രേ. കർത്താവെ, അങ്ങിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസവും ഒരു ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ചു. അവനിങ്ങനെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പറയണതനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം. നമ്മൾ പറയണതനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതം. കർത്താവ് തീരുമാനിക്കണതൊന്നുമല്ല. ഞാൻ ഇത്രയും കാലം പഠിച്ചത് എൻ്റെ ബുദ്ധി കൊണ്ടാണ്. ഞാൻ ജോലി വാങ്ങിച്ചത് എൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്.
ഞാൻ വിവാഹം ഞാൻ ചെയ്തത് ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെയാണ്. എനിക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ്. അറിയില്ല എങ്ങനെയാണ് ഇത്രമാത്രം ഒരാൾ സ്വയം പുകഴ്ത്തുന്ന തരത്തിലേക്ക് ഇങ്ങനെ എനിക്ക് ഞാൻ മാത്രം മതി എന്നുള്ള ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചേരുന്നതെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, കുഞ്ഞുങ്ങൾ 2 പേരുണ്ടായിരുന്നതിൽ ഒരു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോൾ, അയാൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള തകർച്ചകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ പറയുന്നുണ്ട്, അധികം പ്രായമൊന്നുമില്ല, പറഞ്ഞല്ലോ, വളരെ വെൽ എക്സിക്യൂട്ടഡ് ആണ് ജീവിതം മുഴുവൻ. താനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കൃത്യമായ പദ്ധതികളിലൂടെ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിങ്ങനെ അധികം ജീവിച്ചിരിക്കാതെ മരിച്ചു പോകുമ്പോഴൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്, ഇതെൻ്റെ കയ്യിലല്ലല്ലോ ഇരിക്കണേ, എൻ്റെ കയ്യിലല്ലല്ലോ ഇരിക്കണേ, എൻ്റെ പദ്ധതി അനുസരിച്ചല്ലല്ലോ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കണേ. അങ്ങനെ അയാൾ തിരിച്ചറിവിലേക്ക് വരുന്ന മനുഷ്യനാണ് നമ്മളുടെ മുൻപിൽ അന്ന് ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഴിവനുസരിച്ചല്ല കർത്താവിങ്കിലേക്ക്. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും തറപറ്റിക്കുകയും ചെയ്യാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ പ്രത്യാശ. അവനിങ്കിലേക്ക് ജീവിതം സമർപ്പിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് പാപികളാണ്, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല, അങ്ങ് തന്നെ ഞങ്ങളുടെ കരം പിടിക്കണം, അങ്ങ് തന്നെ ഞങ്ങൾക്ക് കൂട്ടു നടക്കണം, അങ്ങ് തന്നെ ഞങ്ങളെ വഴി നടത്തണം. ആ ഒരു താഴ്മ കർത്താവിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കും. കർത്താവിൻ്റെ സ്വന്തമായി ഇങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ട് പറ്റും. അതല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം, എൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ ഞാൻ വിശുദ്ധനാണ്, ഞാൻ നീതിമാനാണെന്ന് പോസ്റ്റ് ചെയ്യുന്ന മനുഷ്യരിലേക്ക് കർത്താവ് എങ്ങനെ ഇറങ്ങിച്ചേരണം? നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന വിധത്തിൽ കർത്താവെ, പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിലോടുകൂടെ ഈ നോൻപ് കാലത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത പാപികളാണ് ഞാൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വേണം ഒരു ദിവസം ആരംഭിക്കാനും അവസാനിപ്പിക്കാനും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നീതിമാനാണെന്ന് സ്വയം വിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ച ഒരാൾക്ക് ചിലപ്പോൾ അവിടുത്തെ ആ വാതിൽ കടക്കാൻ പറ്റിയെന്ന് വരില്ല. പാപിയാണെന്ന് പറഞ്ഞ് കമിഴ്ന്ന് കിടക്കുന്നൊരുവൻ അവിടുത്തെ കാരുണ്യം കൊണ്ട് അവിടുത്തെ മടിയിലെത്തിയെന്നും വരും. കർത്താവെ, ഞങ്ങൾ പാപികളാണെന്നുള്ള ഏറ്റുപറച്ചിലോടുകൂടെ കർത്താവിനെ വേദനിപ്പിച്ചല്ലോ എന്ന പ്രയാസത്തോടുകൂടെ അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്നുള്ള പശ്ചാത്താപത്തോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.